നമസ്കാരം. നല്ല അടുക്കളയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാമ്പയ്ക്ക തന്നെയാണ് താരട്ടോ. ചാമ്പയ്ക്ക ഉണ്ടോ ഉണ്ടായി മറഞ്ഞു നിൽക്കണം. അങ്ങനെ ലാവിഷാണ്. ഒരു താഴത്ത് വെച്ച അല്ല, സ്കൂബി ഇങ്ങനെ തിന്നില്ല കേട്ടോ, വാഴ കൊടുക്കണം. എന്നാൽ സ്കൂബി ചാമ്പയ്ക്ക തിന്നും. നല്ല കൊല്ലയിട്ടാ. ചാമ്പയ്ക്ക കൊണ്ട് കുറേ സാധനങ്ങൾ കാണിച്ചു തരാം കേട്ടോ ഉണ്ടാക്കണത്. എന്തൊക്കെ കൂടി ചെയ്യാം. സോണാട്ടെ എന്താണ് സ്കൂബിയുടെ പുതിയ കൂട്ടുകാരിയാണ്. പൂച്ചയും നായും കൂടിയാണ് ഇപ്പോൾ ഒരു കൂട്ടിൽ. നോക്ക്, ഇതിന് കൊല്ലിയിട്ടുണ്ടാവണേ. അതിൻ്റെ ഒരു കടി കിട്ടിയാൽ ശരിയാവും. അതിൻ്റെ വാലില കളിക്കേ. ഇത് കഴുകി വെച്ച ചാമ്പയ്ക്കയാണ്. ഞാൻ നമ്മുടെ ചാമ്പയ്ക്ക സാലഡിന് വേണ്ടിയിട്ട് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് കുറച്ച് ചാമ്പയ്ക്ക എടുത്തിട്ട് മിക്സിയിലൊന്ന് അരങ്ങാം. ചാമ്പയ്ക്കിട്ടു. പിന്നെ ഇപ്പം ഞാനൊരു 3 ആൾക്ക് കൂട്ടാനുള്ളതായിട്ട് ഉണ്ടാക്കണേ. ഒരു മുളക് നിങ്ങളുടെ എരിവ് പാകത്തിന് ഇട്ടത്. ഇതിപ്പോൾ വലിയ മുളകാണ്. ഇനി ഞാൻ 2 ചീനി മുളകും കൂടെ ഇതിലിടുന്നുണ്ട്. പിന്നെ ഇനി അടുത്തത് വലിയ ഉള്ളിയാണ്. കഴുകി വെച്ചതാണ് കേട്ടോ. ഉള്ളികളൊന്നും കഴുകി വെച്ചതാണ്. നമ്മളൊന്ന് മിക്സിയിൽ ഒതുക്കുക, കാരണം വല്ലാണ്ട് ചെറുതാക്കി നോക്കണമെന്നില്ല. അല്ലെങ്കിൽ ഉള്ളി ആവുകൊണ്ട് ഉള്ളി ചെറുതാക്കി നോക്കി കുനുകുനാന്ന് നോക്കി കൂട്ടിയാൽ. പക്ഷെ ചാമ്പയ്ക്കൊന്ന് ചതയ്ക്കണതാണ് ടേസ്റ്റ്. ഇനി അതിൽ കരുവേപ്പിലയിട്ടു. പിന്നെ ഒരു ലേശം പുതിനയിലയും കൂടി ഉണ്ട്. പുതിനയോ മല്ലിയോ ഏതായാലും ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ പുതിന ഇവിടെ പൊട്ടിക്കാനുള്ള കാരണം പുതിനയില ഇടാന്ന് മാത്രം. ഒരു ഉപ്പും കൂടെ ഇട്ടിട്ടാണ് ചതയ്ക്കുന്നത്. കണ്ടോ, ചാമ്പയ്ക്ക് നല്ലോണം ഒതുങ്ങിയിട്ടോ അതിൻ്റെ ഉള്ളിൽ. ഇനി ഞാൻ ചാമ്പയ്ക്ക് ഞാൻ ഇതിലേക്ക് മാറ്റുകയാണ്. ഇതാണ് ഇപ്പോൾ ചാമ്പയ്ക്ക ചതച്ചത്. ഓക്കെ, ഇനി അതിലേക്ക് ലേശം തേങ്ങയും കൂടെ നമ്മൾ ആഡ് ചെയ്യും. കുറച്ച് മതി കേട്ടോ, കുറേ ഒന്നും വേണ്ട. ഒരു ഇത്തിരി തേങ്ങ, ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ. അതൊന്ന് കുറച്ച് തൈര് കൂട്ടിയിട്ടുണ്ട് നമുക്ക് അടിക്കാം. ഇത് തൈരാട്ട് നല്ല കട്ട തൈരാണ്. കണ്ടോ, ഇവിടെ ഉണ്ടാക്കണത് തന്നെയാണ്. വെള്ളം കൂട്ടണ്ട, തൈര് മതി കേട്ടോ. ഇപ്പോൾ പിന്നെ വേണമെങ്കിൽ പാകത്തിന് പിന്നെ ഇട്ടാൽ മതി. തൈരും തേങ്ങയും കൂടി മിക്സിയിൽ നല്ലോണം അരച്ചു കേട്ടോ. അത് വെറുതെ അരിഞ്ഞാൽ പോലെ ഒരു കട്ടിഞ്ഞ ലേശം കൂടെ പൊടിക്കും കൂടെ തൈര് ഒഴിക്കാം. നമുക്ക് ഞാൻ 1 സ്പൂൺ കൂടെ തൈര് ഒഴിക്കാം. ഇത് പുളിയില്ലാത്ത തൈരാണ്. നല്ല പുളി വേണ്ടവരാണെങ്കിൽ പുളിയുള്ള തൈര്. ഇനി നമുക്ക് ഭംഗിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ലേശം കൂടെ
ഇങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ് നല്ല രസമല്ലേ, പിങ്ക് കളറാവുകൊണ്ടേ. ഇതൊട്ടും കുരുവില്ലാത്ത ചാമ്പയ്ക്കാണ്. ഞാൻ പറഞ്ഞില്ലേ അന്ന് വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, ഒട്ടും കുരുവില്ല. ആ ചാമ്പയ്ക്കയിലും നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ ഒന്ന് ഉപ്പ് തിരുമ്പി വെക്കാം കേട്ടോ. അപ്പം നമ്മുടെ ചാമ്പയ്ക്ക സാലഡ് റെഡിയായി. പിശുക്കിയിട്ട് തേങ്ങ ഒഴിവാക്കരുത് കേട്ടോ. തേങ്ങ ഒഴിവാക്കി ഉണ്ടാക്കിയാൽ രസം ഉണ്ടാവില്ല, തേങ്ങ വേണം. ഞാൻ തേങ്ങ ഇല്ലാണ്ട് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, അത് സ്വാദില്ല. തേങ്ങ ഇട്ടിട്ട് തന്നെയാണ് ചാമ്പയ്ക്ക സാലഡ് സ്വാദ്. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്താ ഉണ്ടാക്കി നോക്കിക്കോളൂ. ഇത് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ അങ്ങനെ കഴിക്കാം, ചോറിൻ്റെ കൂടെ അല്ലാണ്ട് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.